കൊല്ലത്ത് മാതാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മകൻ ജീവനൊടുക്കി. കൊട്ടിയത്തിനടുത്ത് തഴുത്തലയിലാണ് സംഭവം. തഴുത്തല PK ജംഗ്ഷനടുത്ത് 60 വയസ്സുള്ള നസിയത്ത്, മകൻ 33 വയസ്സുള്ള ഷാൻ എന്നിവരാണ് മരിച്ചത്. നസിയത്തിന്റെ മൃതദേഹം കഴുത്തറുത്ത നിലയിലും ഷാനിന്റെ മൃതദേഹം കെട്ടിത്തൂങ്ങിയ നിലയിലുമാണ് കണ്ടെത്തിയത്. കൊലപാതകത്തിനും പിന്നാലെയുള്ള ജീവനൊടുക്കലിനും കാരണമെന്തെന്ന് വ്യക്തമല്ല. രാവിലെ വീട്ടിൽ വഴക്ക് ഉണ്ടായിരുന്നുവെന്നും മകൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി സംശയമുണ്ടെന്നും പരിസരവാസികൾ പറഞ്ഞു. രാവിലെ ഒരു കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഫോൺ കോൾ വരുന്നതുകൊണ്ടാണ് ഞാൻ കൂടി എത്തിയത്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉമ്മ മരണപ്പെട്ട് അവിടെ കഴുത്തറുത്ത നിലയിൽ കിടക്കുന്നു, മകൻ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നു. ഇതാണ് ഞാൻ കണ്ട. പോലീസെല്ലാം അവിടെ ഉണ്ട്. ഞാൻ വരുമ്പോൾ ഇത് നേരത്തെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടാകുമെന്ന് അറിയുന്നു, പക്ഷേ എന്താണെന്ന് അറിയില്ല. ഇതിന് വ്യക്തമായിട്ട് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത്. കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. ഇപ്പം വന്നപ്പോൾ കഴുത്തറുത്ത് ഒരു മുറിയിൽ കഴുത്തറുത്ത് കിടക്കുന്നതാണ് കണ്ടത്. പിന്നെ തൊട്ടടുത്ത മുറിയിൽ മകൻ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടത്. ഇപ്പം ഈ നമ്മുടെ മാരകമായിട്ടുള്ള മറ്റ് ഇതുണ്ടല്ലോ, മയക്കുമരുന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലമാണിത്. ഇതെങ്ങനെയാണെന്ന് അറിയില്ല. കാര്യം ഇത് ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗം കൂടുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം അത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത് അവിടുന്ന് ഇതിൻ്റെ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെന്ന് അറിയില്ല. അത് കറക്റ്റായിട്ട് അന്വേഷിച്ചതിൻ്റെ മറുപടി അത് കണ്ടെത്തി വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ളത്. സ്ഥലം MLA കൂടിയായ PC വിഷ്ണുനാഥ് വീട് സന്ദർശിച്ചു. സമൂഹം നൽകുന്ന ഒരു അപകടകരമായ അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരം സംഭവങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. അമ്മയുടെ ശരീരം കഴുത്തറുത്ത നിലയിൽ മകൻ തൂങ്ങി നിൽക്കുകയാണ്. സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ ഇനി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകേണ്ടതാണ്. ഈ പയ്യൻ മകൻ ലഹരി ഉപയോഗിക്കുന്നതായി സംശയമുണ്ട്. അതും പോലീസ് പൂർണ്ണമായി പറയേണ്ടതാണ്. എന്തായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള കൊലപാതകങ്ങൾ, സംഭവങ്ങൾ ഉണ്ടാകുന്നത് അങ്ങേയറ്റം ആശങ്കാജനകമായ കാര്യമാണ്. സമൂഹം എത്തി നിൽക്കുന്ന വലിയ അപകടകരമായ ഒരു അവസ്ഥയുടെ സൂചന കൂടിയാണ് ഇത്തരത്തിലുള്ള ക്രൂരമായ, നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ, മരണങ്ങൾ ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. അപകടകരമായ ഒരു അവസ്ഥയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 7 മണിവരെയും ഇവരെ വീട്ടിന് പുറത്ത് കണ്ടവരുണ്ട്. അതിനുശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി കാര്യങ്ങൾ എന്തായാലും ഈ പ്രാഥമിക ഘട്ടത്തിൽ നമ്മളെന്തെങ്കിലും പറയുന്നത് ശരിയല്ല. പോലീസിൻ്റെ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തുവരട്ടെ. കൊട്ടിയം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.